विश्वजनीनं विश्वदमन्त्रं विश्रुतमामि विद्यालयम् अक्षरम् अग्नियाय अमृतिल निന്നमृताय पകരുന്ന നന്മയാം വിദ്യാലയം സെന്റ് സെബാസ്റ്റ്യൻ വിദ്യാലയം ഇത് സെന്റ് സെബാസ്റ്റ്യൻ विद्यालയം। प्यारे बच्चों, आप सभी को हिंदी कक्षा में हार्दिक स्वागत है। तो पिछले कक्षा में हमने एक कविता पढ़ी थी। कविता का नाम क्या था? हाँ, पुल बनी थी माँ। और कविता का रचनाकार कौन है? നരേന്ദ്ര പുണ്ടരീക്. तो ये सब आपने पढ़ लिया. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ പഠിച്ചു. ഇതിൻ്റെ നോട്ടും ഒക്കെ നിങ്ങൾ പഠിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് ഈ പാഠത്തിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെ വരും, അതിനെങ്ങനെയൊക്കെയാണ് നിങ്ങൾ ഉത്തരം എഴുതേണ്ടതെന്ന് ഒന്ന് നോക്കാം. കാരണം പരീക്ഷയ്ക്ക് പലപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് കറക്റ്റായിട്ട് വായിച്ച് മനസ്സിലാക്കാൻ പറ്റാതെ വരുന്നു. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ്റെ മോഡലുകൾ എങ്ങനെയാണ് വരിക എന്നൊക്കെ ഒന്ന് പരിചയപ്പെടാം. അത് ഈ പാഠത്തിൽ, അത് നമ്മൾ ഓരോ പാഠം പഠിച്ചു കഴിയുമ്പോഴും നമുക്ക് അങ്ങനെ പരിചയപ്പെട്ടു പോകാം. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഇതിനകത്ത് നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യം, 1 മാർക്കിൻ്റെ ചോദ്യമാണ്. അത് വരുന്നത് ഇങ്ങനെയാണ്: പുൽ ബനി थी माँ किस प्रकार की रचना है? എന്താണ് പുൽ ബനി थी माँ किस प्रकार की रचना है? എന്താണ് അതിൻ്റെ അർത്ഥം? പുൽ ബനി थी माँ ഏതു തരത്തിലുള്ള രചനയാണ്? तो उसका उत्तर क्या है? कविता. അതിൻ്റെ ഉത്തരം എന്താണ്? कविता. ये सवाल एक और तरीके से आपसे पूछा जा सकता है. ഈ ചോദ്യം നിങ്ങളോട് വേറൊരു തരത്തിലും ചോദിക്കാം. പുൽ ബനി थी माँ किस विधा की रचना है? എങ്ങനെയാണ്? പുൽ ബനി थी माँ किस विधा की रचना है? तो उसका जवाब आप लोग कैसे लिखेंगे? कविता. രണ്ടിൻ്റെ ഉത്തരം ഒന്ന് തന്നെയാണ്, കവിത. ചോദ്യത്തിൻ്റെ അർത്ഥം ഒന്ന് തന്നെയാണ്. കിസ് പ്രകാർ കി രചന ഹെ, കിസ് വിധാ കി രചന ഹെ. तो उसका उत्तर है കവിത. അത് മനസ്സിലായില്ലേ? ഇനി അഗ്ലാ സവാൽ ഹെ, പുൽ ബനി थी माँ किसकी रचना है? പുൽ ബനി थी माँ किसकी रचना है? പുൽ ബനി थी माँ എന്നത് ആരുടെ രചനയാണ്? तो उसका जवाब आप लोग कैसे लिखेंगे? അതിൻ്റെ ഉത്തരം എങ്ങനെ എഴുതും? पुल बनी थी माँ श्री नरेंद्र पुंडरीक की रचना है. इनी पुल बनी थी माँ कविता का रचनाकार कौन है? रचनाकार कौन है എന്ന് വെച്ചാൽ രചയിതാവ് ആരെന്നാണ്. तब भी आपको उत्तर लिखना है नरेंद्र पुंडरीक. അപ്പോഴും നിങ്ങൾക്ക് ഉത്തരം എഴുതേണ്ടത് എന്താണ്? നരേന്ദ്ര പുണ്ടരീക്. ഓക്കെ. അപ്പം ആദ്യത്തെ ചോദ്യങ്ങൾ രണ്ടും രണ്ട് രീതിയിൽ ചോദിക്കും എന്ന് നമുക്കിപ്പോൾ മനസ്സിലായി. ഓക്കെ, അത് ക്ലിയർ ആയില്ലേ? ഇനി നിങ്ങളോട് ചോദിക്കാവുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, കവി और कविता का परिचय देते हुए पंक्तियों का आशय लिखें. എന്താണ്? कवि और कविता का परिचय देते हुए पंक्तियों का आशय लिखें. കവിയെയും കവിതയെയും പരിചയപ്പെടുത്തിക്കൊണ്ട് പങ്ക്തിയോ കാ ആശയം ലിഖേ. പങ്ക്തി എന്ന് പറഞ്ഞാൽ ലൈൻ, വരി എന്നാണ് അർത്ഥം. പങ്ക്തിയോ കാ ആശയം ലിഖേ, വരികളുടെ ആശയം എഴുതുക. അപ്പോൾ എങ്ങനെ എഴുതും? അതിന് നമ്മൾ ആദ്യം കവിയെയും കവിതയെയും പരിചയപ്പെടുത്തണം, വേണ്ടേ? അത് നമ്മൾ എഴുതിയിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം എഴുതിയ ടിപ്പണിയുടെ ആദ്യത്തെ 2 സെൻറ്റൻസ്, ആദ്യം ഒരു പാരഗ്രാഫായിട്ട് എഴുതിയ 2 സെൻറ്റൻസ് ഉണ്ട്, അതങ്ങ് എഴുതിയാൽ മതി. എന്താണത്? पुल बनी थी माँ श्री नरेंद्र पुंडरीक की एक प्रसिद्ध कविता है. മനസ്സിലായോ? पुल बनी थी माँ ശ്രീ നരേന്ദ്ര പുണ്ടരീക്ക് एक प्रसिद्ध कविता है. पुल बनी थी माँ എന്നത് ശ്രീ നരേന്ദ്ര പുണ്ടരീക്കിൻ്റെ ഒരു പ്രസിദ്ധമായ കവിതയാണ്. അപ്പോൾ ഈ പ്രസിദ്ധ എന്നുള്ളതിന് പകരം നിങ്ങൾക്ക് മഷ്ഹൂർ എന്നുള്ള വാക്കും ഉപയോഗിക്കാം. മഷ്ഹൂർ കവിത ഹെ. മഷ്ഹൂർ എന്ന് പറഞ്ഞാൽ പ്രസിദ്ധം എന്നാണ്. ഇപ്പം നമ്മൾ പറഞ്ഞ സെൻറ്റൻസ് എന്താണ്? पुल बनी थी माँ ശ്രീ നരേന്ദ്ര പുണ്ടരീക്ക് एक प्रसिद्ध कविता है. ഇനി ഇത് നേരെ തിരിച്ചു എഴുതാം. ശ്രീ നരേന്ദ്ര പുണ്ടരീക്ക് एक प्रसिद्ध कविता है पुल बनी थी माँ. അങ്ങനെയും എഴുതാം. മനസ്സിലായില്ലേ? ഓക്കെ. ഇനി इसमें
അനാഥ ഹോത്തെ ബുഢാപ്പേ കാ ചിത്രൺ ഹുവാ ഹെ. ഇതിൽ അനാഥമായിക്കൊണ്ടിരിക്കുന്ന വാർദ്ധക്യത്തെ വരച്ച് കാണിച്ചിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ആദ്യം എഴുതേണ്ടത് ഇതാണ്. നിങ്ങളോട് ഏത് വരികൾ തന്നിട്ട് കവിയെയും കവിതയെയും പരിചയപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ ആശയം എഴുതാൻ പറഞ്ഞാലും നിങ്ങൾ ആദ്യം എഴുതേണ്ടത് ഈ 2 സെൻറ്റൻസുകളാണ്. അതിനുശേഷം നമുക്ക് തന്നിരിക്കുന്ന വരികളുടെ ആശയം എഴുതുക. അതിൻ്റെ ആശയം നമ്മൾ മുഴുവൻ നമ്മുടെ ടിപ്പണിയിൽ എഴുതിയിട്ടുണ്ട്. അത് നമ്മൾ ഇച്ചിരി കഴിയുമ്പോൾ നോക്കാം. നമ്മുടെ ടിപ്പണി നിങ്ങളെ ഒന്നുകൂടെ പരിചയപ്പെടുത്തി തരും. അപ്പോൾ അതിൻ്റെ ആശയവും കൂടി പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ ഈ ചോദ്യം മനസ്സിലായില്ലേ? ഇത് 4 മാർക്കിനോ 5 മാർക്കിനോ ചോദിക്കാം. കവി ഓർ കവിത കാ പരിചയ ദേത്തെ ഹുए पंक्तियों का ആശയ ലിഖി. അത് മനസ്സിലായില്ലേ? ഓക്കെ, ഇനി നമ്മൾ ഇന്നലെ എഴുതിയ ചോദ്യം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നിമ്നലിഖിത ആശയവാലി പങ്ക്തിയാ ചുൻകർ ലിഖെ. എന്താണ് ഞാൻ പറഞ്ഞത്? നിമ്നലിഖിത ആശയവാലി പങ്ക്തിയാ ചുൻകർ ലിഖെ. താഴെ കൊടുത്തിരിക്കുന്ന ആശയം വരുന്ന വരികൾ തിരഞ്ഞെടുത്ത് എഴുതുക. ആ ചോദ്യത്തിൽ ചിലപ്പം പങ്ക്തി ചുൻകർ ലിഖെ എന്നായിരിക്കും, അല്ലെങ്കിൽ പങ്ക്തിയാ ചുൻകർ ലിഖെ എന്നായിരിക്കും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയോ? പങ്ക്തി എന്ന് പറഞ്ഞാൽ വരി എന്നാണ്, പങ്ക്തിയാ എന്ന് പറഞ്ഞാൽ വരികളാണ്. അപ്പോൾ പങ്ക്തി ചുൻകർ ലിഖെ എന്നാണെങ്കിൽ ഒരു വരിയെ എഴുതാനുണ്ടാവുള്ളൂ. പങ്ക്തിയാ ചുൻകർ ലിഖെ എന്നാണെങ്കിൽ ഒന്നിൽ കൂടുതൽ വരികൾ എഴുതാനുണ്ടാവും. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം എഴുതിയത് എന്താണ്? ബച്ചോ കാ ജീവൻ ബേ റോക് ടോക്ക് ചൽത്തി ഗാഡി കെ സമാൻ രഹ. കുട്ടികളുടെ ജീവിതം നിർത്താതെ പോകുന്ന വാഹനത്തിന് തുല്യമായിരുന്നു, വണ്ടിക്ക് തുല്യമായിരുന്നു എന്നർത്ഥം വരുന്ന വരികൾ എഴുതാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ എഴുതിയത് ഏതാണ്? ദൗഡ്തി രഹത്തി ഥി ബേധടക് ബിനാ കിസി ഹരി ലാൽ ബത്തി കെ ഹം ലോഗോ കി ചുക് ചുക് ചക് ചക്. മനസ്സിലായില്ലേ? അപ്പോൾ ആ അർത്ഥം വരുന്ന വരികൾ ഇതിപ്പോൾ 3 ലൈൻ എഴുതാനുണ്ടായിരുന്നു. ചിലപ്പോൾ 2 ലൈനേ ഉണ്ടാവുള്ളൂ, ചിലപ്പം 1 ലൈനേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ചോദ്യം എന്താണ്? നിമ്നലിഖിത ആശയവാലി പങ്ക്തിയാ ചുൻകർ ലിഖെ, അല്ലെങ്കിൽ ഏ ആശയവാലി പങ്ക്തിയാ ചുൻകർ ലിഖെ. ഈ ആശയം വരുന്ന വരികൾ തിരഞ്ഞെടുത്ത് എഴുതുക. അപ്പോൾ ഈ ചോദ്യം ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതിക്കൂടെ? ചോദ്യം മനസ്സിലായില്ലേ? ഉത്തരം എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് മനസ്സിലായി. നമ്മൾ 3-4 എണ്ണം കഴിഞ്ഞ ദിവസം എഴുതിയതാണ് അല്ലേ? ഇനി നമ്മൾ പാഠത്തിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങളിലേക്ക് പോവാം. അതും 3 ചോദ്യോത്തരങ്ങളാണ്, ചെറുതായിട്ടാണ് ഉണ്ടായിരുന്നത്, ചെറിയ ചോദ്യോത്തരങ്ങളാണ്. നിങ്ങൾക്കത് വളരെ എളുപ്പമാണ്. നമുക്ക് ആദ്യത്തെ ഒന്ന് നോക്കാം. അത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഈ 3 ചെറുതാണെങ്കിലും പ്രധാനപ്പെട്ടതാണ്. ആദ്യത്തേത് പുൽ ബനീധി മാസെ ക്യാ താത്പര്യ ഹെ. പുൽ ബനീധി മാ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ നമ്മൾ എഴുതിയ ഉത്തരം എന്തായിരുന്നു നോക്കിയേ. പുൽ ദോ കിനാരോ കോ ആപ്പസ് മേ ജോഡ്താ ഹെ. ഒരു പാലം 2 കരകളെ പരസ്പരം ബന്ധിപ്പിക്കുന്നു. ഉസി തരഹ് അല്ലെങ്കിൽ ഉസി പ്രകാർ, അതുപോലെ. ഉസി തരഹ് എന്ന് പറഞ്ഞാൽ ഉസി പ്രകാർ എന്ന് പറഞ്ഞാൽ ഒന്ന് തന്നെ. അതുപോലെ മാ പരിവാർ കെ ഹർ സദസ്യോं को आपस में जोड़ने वाली कड़ी थी. അതുപോലെ അമ്മ കുടുംബത്തിലെ ഓരോ അംഗങ്ങളെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന കണ്ണിയായിരുന്നു. അതാണ് ആ എഴുതിയതിൻ്റെ അർത്ഥം. പുൽ ദോ കിനാരോ കോ ആപ്പസ് മേ ജോഡ്താ ഹെ, ഉസി പ്രകാർ മാ പരിവാർ കെ ഹർ സദസ്യോं को आपस में जोड़ने वाली कड़ी थी. ഓക്കെ, അത് മനസ്സിലായില്ലേ? ഇനി രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു? ബുഢാ രഹി ഹെ മാ ഇസ്കാ ആശയ ക്യാ ഹെ. എന്തായിരുന്നു അതിൻ്റെ ആശയം? നമ്മൾ എഴുതിയത് എങ്ങനെയായിരുന്നു നോക്കിയേ. ഇസ്കാ മത്ലബ് യഹ് ഹെ कि माँ के शरीर पर बुढ़ापे का असर दिखने लगा, वह शारीरिक और मानसिक रूप से कमज़ोर होने लगी. ഇതിൻ്റെ അർത്ഥം, മത്ലബ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്നാണ് കേട്ടോ. അർത്ഥം എന്നുള്ള വാക്കുകൊണ്ട് മത്ലബ്. ഇസ്കാ മത്ലബ് യഹ് ഹെ കി, ഇതിൻ്റെ അർത്ഥം ഇതായിരുന്നു. എന്ത്? മാ കെ ശരീർ പർ ബുഢാപ്പേ കാ അസർ ദിഖ്നെ ലഗ. അമ്മയുടെ ശരീരത്തിൽ വാർദ്ധക്യത്തിൻ്റെ ലക്ഷണങ്ങൾ കാണാൻ തുടങ്ങി. വഹ് ശാരീരിക് ഓർ മാനസിക് രൂപ് സെ കംസോർ ഹോനെ ലഗി. അവർ ശാരീരികമായും മാനസികമായും ബലഹീനയാവാൻ തുടങ്ങി. കംസോർ ഹോന എന്ന് പറഞ്ഞാൽ ബലഹീനയാവുക എന്നാണ്. അതിന് വേറൊരു വാക്കാണ് ദുർബൽ ഹോന. അപ്പം അവിടെ നിങ്ങൾക്ക് കംസോർ ഹോനെ ലഗിയെന്നോ എഴുതാം, അല്ലെങ്കിൽ ദുർബൽ ഹോനെ ലഗിയെന്നോ എഴുതാം. ഇനി അടുത്ത ചോദ്യം നോക്കിയേ. മാ ആഖിർ മാഹി തോഹെ. അമ്മ തന്നെയാണ്. ഇസ്സെ ആപ്നെ ക്യാ സംഝ. ഇതിൽ നിന്ന് നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത്? അതിൻ്റെ ഉത്തരം മാ അപ്പനെ ബച്ചോ കോ ജാൻ സെ ജ്യാദാ പ്യാർ കർത്തി ഹെ. അമ്മ തൻ്റെ കുട്ടികളെ ജീവനേക്കാൾ അധികമായി സ്നേഹിക്കുന്നു. ജാൻ സെ ജ്യാദാ പ്യാർ കർണ എന്ന് പറഞ്ഞാൽ ജീവനേക്കാൾ കൂടുതൽ സ്നേഹിക്കുക എന്നാണ്. ജാൻ എന്ന് പറഞ്ഞാൽ ജീവൻ, ജ്യാദ എന്ന് പറഞ്ഞാൽ കൂടുതൽ. വോ ഹമേശ ഉനക്കി ഭലായി ചാഹത്തി ഹെ. അവർ എപ്പോഴും, ഹമേശ എന്ന് പറഞ്ഞാൽ ഓൾവേസ്,
ഉൻകി ഭലായി ചാഹത്തി ഹെ, അവരുടെ നന്മയാണ് ആഗ്രഹിക്കുന്നത്. ഭലായി എന്ന് പറഞ്ഞാൽ നന്മ, ആരുടെ? മക്കളുടെ. വോ അപ്പനെ ബച്ചോ കി പരേശാനിയോ കോ അച്ഛി തരഹ ജാൻതി ഹെ, അവർ തൻ്റെ മക്കളുടെ ബുദ്ധിമുട്ടുകളെ നന്നായി അറിയുന്നു. ഇതാണ് ആ ചോദ്യത്തിൻ്റെ ഉത്തരത്തിൻ്റെ അർത്ഥം. അപ്പോൾ അടുത്തത് നമ്മുടെ ടിപ്പണിയാണ്. അപ്പോൾ ടിപ്പണി ഒന്ന് നോക്കിയാൽ നിങ്ങൾ, കവിത കാ പരിചയ ദേത്തെ ഹുവേ ടിപ്പണി ലിഖേ, കവിതയെ പരിചയപ്പെടുത്തിക്കൊണ്ട് കുറിപ്പെഴുതുക. അപ്പോൾ അതൊന്ന് നോക്കിയാൽ എങ്ങനെയാണ്? പുൽ ബനി थी माँ श्री नरेंद्र पुंडरी की एक समकालीन कविता है, इसमें अनाथ होते बुढ़ापे का चित्रण हुआ है. അപ്പോൾ പുൽ ബനി थी माँ എന്നത് ശ്രീ നരേന്ദ്ര പുണ്ടരീകിൻ്റെ ഒരു സമകാലീന കവിതയാണ്. ഇതിൽ അനാഥമാകുന്ന വാർദ്ധക്യത്തെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഇനി ആ രണ്ടാമത്തെ പാരഗ്രാഫിൽ നമ്മൾ ആ കവിതയുടെ ആശയമാണ് എഴുതിയിരിക്കുന്നത്. ആ കവിതയിൽ എന്താണ് പറയുന്നത്? മാ ഭായിയോ കെ ബീച്ച് പുൽ ബനി थी, അമ്മ സഹോദരന്മാർക്കിടയിൽ ഒരു പാലമായിരുന്നു. जिस तरह एक पुल दो किनारों को आपस में जोड़ता है, उसी तरह माँ परिवार के हर सदस्यों को आपस में जोड़ने वाली कड़ी थी. എങ്ങനെയാണോ ഒരു പാലം രണ്ട് കരകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത്, അതുപോലെ അമ്മ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന കണ്ണിയായിരുന്നു. ഇസ് മാരൂപി പുൽസെ ബച്ചോ കി സിന്ദഗി രൂപി റെയിൽഗാഡി ബിനാ കിസി ബാധ കെ ചൽത്തി രഹി. ഈ അമ്മയാകുന്ന പാലത്തിലൂടെ കുട്ടികളുടെ ജീവിതമാകുന്ന തീവണ്ടി യാതൊരു തടസ്സവുമില്ലാതെ ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്നു. പിതാക്കെ മരണയ്ക്ക് ബാദ് ഭി ഭായിയോ കെ ബീച്ച് മാ പുൽ ബനി രഹി. അച്ഛൻ്റെ മരണശേഷവും അമ്മ സഹോദരന്മാർക്കിടയിൽ ഒരു പാലമായി വർത്തിച്ചു. ലേക്കിൻ എന്നാൽ മാ ധീരെ ധീരെ ടൂട്ടിനെ ലഗി, അമ്മ പതിയെ പതിയെ തകരാൻ തുടങ്ങി. അർത്ഥാത് മീൻസ് ദാറ്റ് മീൻസ്, അതായത് ഉസ്മേ ബുഢാപ്പേ കാ അസർ ദിഖ്നെ ലഗ, അവരിൽ വാർദ്ധക്യത്തിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. വഹ് ശാരീരിക് ഏവം മാനസിക് രൂപ് സെ കംസോർ ഹോത്തി ഗൈ, അവർ ശാരീരികമായും മാനസികമായും ദുർബലയായിക്കൊണ്ടിരുന്നു. ഉസ്കി ആവാസ് ബി ദുർബൽ ഹോനെ ലഗി, അവരുടെ ശബ്ദവും ദുർബലമായി തുടങ്ങി. അന്ത്മേ മാ ബച്ചോ കെ ആശ്രയമേ ആ ഗൈ, അങ്ങനെ അവസാനം അമ്മ മക്കളുടെ സംരക്ഷണയിലായി. ധീരെ ധീരെ വോ ബച്ചോ കെ ലിയേക്ക് ബോജ് ബൻ ഗൈ, പതുക്കെ പതുക്കെ അവർ കുട്ടികൾക്കൊരു ഭാരമായി മാറി. ഈ ബോജ് എന്നുള്ള വാക്ക് നിങ്ങൾ പഠിച്ചോണം, ബോജ്. माँ की देखभाल की जिम्मेदारी वे एक दूसरे के कंधों पर डालते रहे, അമ്മയെ നോക്കാനുള്ള ഉത്തരവാദിത്വം അവർ പരസ്പരം കൈമാറിക്കൊണ്ടിരുന്നു. ഏക് ദൂസരേക്ക് കന്ധോപ്പർ ഡാല എന്ന് പറഞ്ഞാൽ പരസ്പരം കൈമാറുക എന്നാണ്. ലേക്കിൻ മാസെ അപ്പനെ ബച്ചോ കി കഠിനായി സഹ നഹി പായി, എന്നാൽ അമ്മയ്ക്ക് തൻ്റെ കുട്ടികളുടെ ബുദ്ധിമുട്ട് സഹിക്കാൻ കഴിഞ്ഞില്ല. വ ഖുദ് ഉൻകെ കന്തോസെ ഉത്തർ ഗയി, അവർ സ്വയം അവരുടെ തോളിൽ നിന്നിറങ്ങി. മത്ലബ് അർത്ഥം എന്താണ്? ഉൻകാ സ്വർഗവാസ് ഹോ ഗയ, അവർ മരിച്ചു. മഗർ മാക്കെ ചൽ ബസ്നേക്കെ ബാദ് ബച്ചെ ബേസഹാരെ ബൻഗെ, എന്നാൽ അമ്മയുടെ മരണശേഷം കുട്ടികൾ നിസ്സഹായരായി അല്ലെങ്കിൽ നിരാശ്രയരായി. ഇനി അവസാനത്തെ പാരഗ്രാഫിൽ നമ്മൾ എഴുതിയിരിക്കുന്നത്, ഇസ് കവിത കി ഭാഷാ ശൈലി ഓർ വൃഷഭ് കന്ത കന്ധേ ബദൽന കന്ധോ സെ ഉത്തർന കന്ധേ ഉത്തർ ഗയെ ജैसे മുഹാവരെ ഭി ഇസ്കോ ആകർഷക് ബനായ ഹെ. ഈ കവിതയുടെ ഭാഷാശൈലിയും അതുപോലെ തന്നെ വൃഷഭ് കന്ധ കന്ധേ ബദൽന കന്ധോ സെ ഉത്തർന കന്ധേ ഉത്തർ ഗയെ ജैसे മുഹാവരെ ഭി ഇസ്കോ ആകർഷക് ബനായ ഹെ. അപ്പം ഈ കവിതയുടെ ഭാഷാശൈലിയും ഈ മുഹാവര എന്ന് പറഞ്ഞാൽ എന്താണ്? ശൈലികളും ഈ കവിതയെ ഒത്തിരി ആകർഷകം ആക്കിയിരിക്കുന്നു. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ കവിതയിലെ വാക്കുകളും അതിൻ്റെ അർത്ഥങ്ങളും കാണാതെ പഠിക്കണം. പ്രത്യേകിച്ച് നമുക്കൊരു 3-4 ശൈലികൾ പഠിക്കാനുണ്ട്. ഏതൊക്കെയായിരുന്നത്? കന്ധോമയാന, കന്ധേ ബദൽന, കന്ധോസെ ഉത്തർന, കന്ധേ ഉത്തർന. മറന്നുപോയോ അത്? ഇല്ലല്ലോ. അപ്പം നോക്കി അതിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കി. കന്ധോമെ ആന എന്ന് പറഞ്ഞാൽ തോളിലാവുക എന്നാണ്. എന്ന് പറഞ്ഞാൽ അർത്ഥം ബോജ് ബനന എന്നാണ്. എന്താണ്? ബോജ് ബനന. ബോജ് ബനന എന്ന് പറഞ്ഞാൽ എന്താണ്? ഭാരമാവുക. ഭാർ ബനന എന്നും പറയാം. ബോജ് എന്നുള്ള വാക്കുണ്ട്, മലയാളത്തിൽ ഭാരം എന്നുള്ള വാക്കിൻ്റെ ഹിന്ദിയുണ്ട് ഭാർ. അപ്പോൾ നിങ്ങൾക്ക് ബോജ് എന്നുള്ള വാക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഭാർ ബനന എന്ന് എഴുതിയാലും മതി. ഇനി രണ്ടാമത്തെ എന്തായിരുന്നു? കന്ധേ ബദൽന. എന്തായിരുന്നു? കന്ധേ ബദൽന. കന്ധേ ബദൽന എന്ന് പറഞ്ഞാൽ എന്താണ്? ദായിത്വ ബദൽന. ദായിത്വം എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്തം, അല്ലെങ്കിൽ ഉത്തരദായിത്വ ബദൽന. നമ്മൾ ഷോൾഡർ ചേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതാണ് നമ്മുടെ ഉത്തരവാദിത്തം മാറുക എന്നാണ്
അർത്ഥം. നമ്മുടെ അമ്മയെ നോക്കാനുള്ള ഉത്തരവാദിത്തം അവരിങ്ങനെ കൈമാറിക്കൊണ്ടിരുന്നു. അതിനാണ് നമ്മൾ കന്ധേ ബദൽന എന്ന് പറയുന്നത്. ഇനി കന്ധോസെ ഉത്തർന. കന്ധോസെ ഉത്തർന എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു അർത്ഥം? മർജാന. കന്ധോസെ ഉത്തർന എന്ന് പറഞ്ഞാൽ മർജാന. പിന്നെ വന്ന വാക്ക് ഏതായിരുന്നു? കന്ധേ ഉത്തർന. കന്ധേ ഉത്തർന എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? കന്ധേ ഉത്തർന എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ബേസഹാരെ ബനന, നിസ്സഹായരാവുക എന്നാണ്. അപ്പോൾ ഈ 4 ശൈലികളുടെ അർത്ഥം നിങ്ങൾ പഠിച്ചു വെക്കണം. ഇതിനാണ് മുഹാവര എന്ന് പറയുന്നത്. ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കും കന്ധേ ഉത്തർന മുഹാവരെ കാ മത്ലബ് ക്യാ ഹെ, അല്ലെങ്കിൽ കന്ധേ ഉത്തർന മുഹാവരെ കാ അർത്ഥ് ക്യാ ഹെ. ബ്രാക്കറ്റ് ചിലപ്പോൾ ഇങ്ങനെ തന്നിരിക്കും. മനസ്സിലായില്ലേ? ബേസഹാരെ ഹോന, മർജാന, അല്ലേ, ഘർ ജാന എന്നൊക്കെ പറഞ്ഞ് കുറേ ഓപ്ഷൻസ്. അപ്പം കന്ധേ ഉത്തർന എന്നുള്ളതിൻ്റെ ശരിയായ അർത്ഥം എന്താണ്? ബേസഹാരെ ബന്ന. അപ്പം നമ്മൾ ആ അർത്ഥം അതിനകത്തുനിന്ന് നോക്കി എഴുതണം. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങളും ഉണ്ടാവാം. അപ്പോൾ നിങ്ങൾ ഈ പാഠം നന്നായിട്ട് പഠിക്കുക. ഇതിനകത്തെ ചോദ്യോത്തരങ്ങൾ പഠിക്കണം, അർത്ഥങ്ങളൊക്കെ കാണാതെ പഠിക്കണം. ഈ പാഠത്തെ ആസ്പദമാക്കിയിട്ട് ഈ ആഴ്ച അവസാനം നിങ്ങൾക്ക് ഒരു ടെസ്റ്റ് ഉണ്ടാവും. അപ്പം നിങ്ങളെല്ലാവരും നന്നായിട്ട് പഠിച്ച് തയ്യാറായിട്ടിരിക്കുക. ഓക്കെ, तो हम अगली कक्षा में मिलेंगे. सबको धन्यवाद.